എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1202 ആണ്ട് കൊല്ലവർഷം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ വളരെയധികം വലുതാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ധനുരാശിയിൽപ്പെട്ട പൂരാടം നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ വർഷഫലമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ്, അതുപോലെ സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലൊക്കെ എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ജാഗ്രത പാലിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ തേടിയെത്തുക എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം നമുക്ക് ഈ വർഷത്തെ പ്രധാന ഗ്രഹസ്ഥിതികൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കിടകൻ രാശിയിലും, തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വ്യാഴം വക്രഗതിയിലായി 2027 ജൂൺ 25 വരെ കർക്കിടകൻ രാശിയിലും, അതിനുശേഷം വീണ്ടും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. 2027 ജൂൺ മാസം വരെ ശനി മീനൻ രാശിയിൽ കണ്ടകശനി സമയമാണ് സഞ്ചരിക്കുകയും, അതിനുശേഷം ആ കണ്ടകശനി മാറി മേടൻ രാശിയിലേക്ക് ജൂണിൽ രാശി മാറുകയും ചെയ്യുന്നുണ്ട്. 2026 ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കും രാശി മാറുന്നതാണ്. ഈ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യം തൊഴിൽ രംഗത്തെക്കുറിച്ച് ചിന്തിക്കാം. തൊഴിൽ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്രവും എന്നാൽ അനുഭവസമ്പത്ത് നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. 2026 ഒക്ടോബർ 31 വരെ അഷ്ടമവ്യാഴത്തിൻ്റെയും 4-ാം ഭാവത്തിലെ ശനിയുടെയും ഒക്കെ സ്വാധീനമുള്ളതിനാൽ തൊഴിൽ മേഖലയിലെ കഠിനാധ്വാനത്തിന് തക്കതായ ഒരു ഫലം പെട്ടെന്ന് ലഭിച്ചു എന്ന് വരില്ല. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം, അതുപോലെ ജോലിഭാരം, അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ നിങ്ങളുടെ മനസ്സിനെയൊക്കെ അല്പം അസ്വസ്ഥമാകാം. ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർ ഈ സമയത്ത് പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും എടുത്ത് ജോലി മാറരുത്. 2026 നവംബർ മുതൽ 2027 ജനുവരി 24 വരെ വ്യാഴം 9-ാം ഭാവമായി ചിങ്ങത്തിലേക്ക് മാറുന്ന ഈ ചുരുങ്ങിയ കാലയളവ് നിങ്ങൾക്ക് വലിയ ആശ്വാസവും തൊഴിലിൽ മുന്നേറ്റവും ഒക്കെ നൽകുന്നതാണ്. മുടങ്ങിക്കിടന്ന പ്രൊമോഷന്, അതുപോലെ ശമ്പള വർധനവ്, അതുപോലെ പുതിയ ജോലി അവസരങ്ങൾ ഒക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ മറുപടിയും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. 2027 ജനുവരി 24 മുതൽ ജൂൺ 25 വരെ വ്യാഴം വീണ്ടും അഷ്ടമത്തിലേക്ക് തിരികെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഉദ്യോഗസ്ഥരൊക്കെ തൊഴിൽ സ്ഥലത്ത് തികഞ്ഞ ജാഗ്രതയൊക്കെ പാലിക്കണം. സഹപ്രവർത്തകരുമായിട്ട് തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു നീറ്റ്നെസ് പുലർത്തുന്നതും നന്നായിരിക്കും. 2027 ജൂൺ മുതൽ ശനിയും വ്യാഴവും ഒരുപോലെ അനുകൂല ഭാവങ്ങളിലേക്ക് മാറും. അതോടെ പൂരാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് നല്ല കാലം ആരംഭിക്കുകയാണ്. പുതിയ ജോലി ലഭിക്കാനും, അതുപോലെ സ്ഥാനക്കയറ്റത്തിനും, ഉന്നത പദവികളൊക്കെ അലങ്കരിക്കാനും ഒക്കെ ഈ സമയം വഴിതെളിക്കുന്നതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന പൂരാടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ഈ സമയത്ത് ചില മാറ്റങ്ങളുടെയും കരുതലുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ 2026 ഡിസംബർ 5 വരെ രാഹു 3-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിന് നല്ല സമയമാണ്. എന്നാൽ ഡിസംബർ 5 രാഹു 2-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ പങ്കാളിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൂടുതൽ കൃത്യതയൊക്കെ പുലർത്തേണ്ടതാണ്. വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ട് അനാവശ്യ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2026 ഒക്ടോബർ 31 വരെയുള്ള സമയത്തും, പിന്നീട് 2027 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്തും വലിയ തുകകളൊക്കെ പുതിയ സംരംഭങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കടമൊക്കെ വാങ്ങി ബിസിനസ് വിപുലീകരിക്കാനും ശ്രമിക്കരുത്. 2026 നവംബർ, ഡിസംബർ, അതുപോലെ 2027 ജനുവരി എന്നീ മാസങ്ങളിലൊക്കെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും വ്യാപാരമൊക്കെ വ്യാപിപ്പിക്കാനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ വാഹന വ്യാപാരം, വിദേശ വ്യാപാരം,
IT മേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടെ, പ്രത്യേകിച്ച് 2027 ജൂണിന് ശേഷം നല്ല രീതിയിലുള്ള ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വർഷം വരവും ചെലവും ഒരുപോലെ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കും. 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. അതുപോലെ കുടിശ്ശികകളൊക്കെ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനമൊക്കെ ലഭിക്കുന്നതുമാണ്. 4-ാം ഭാവത്തിലെ ശനി ഗ്രഹനിർമ്മാണം, വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെ, അതുപോലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം എന്നിവയ്ക്കായിട്ട് ധനച്ചെലവ് വരുത്തി വെക്കാം. ഡിസംബർ 5-ന് 2026 ഡിസംബർ 5-ന് കേതു 8-ാം ഭാവത്തിലേക്ക് വരുന്നതോടെ വൈദ്യ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടതായും വന്നേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ജാമ്യം നിൽക്കുന്നത്, ചിട്ടി അല്ലെങ്കിൽ വായ്പ സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി മധ്യസ്ഥതയൊക്കെ വഹിക്കുന്നത് ഈ വർഷം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിച്ചാൽ വർഷത്തിൻ്റെ അവസാനം നല്ല രീതിയിൽ ഉള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബത്തിലെ സമാധാനവും സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം ആവശ്യമായി വരുന്ന ഒരു വർഷമാണ്. 4-ാം ഭാവത്തിലെ ശനി കുടുംബത്തിൽ ചെറിയ തോതിലുള്ള അശാന്തിയോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ വേണം. 2026 ഡിസംബറിൽ രാഹു 2-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ സംസാരത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിക്കുക. അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ദാമ്പത്യത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ സഹായിക്കും. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിലും, അതുപോലെ 2027 ജൂൺ മാസത്തിന് ശേഷവും അനുകൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് ഈ സമയത്ത്. ഇനി പൂരാട നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രതയൊക്കെ ആവശ്യമായ വർഷമാണ്. കണ്ടക ശനി ഒക്കെ മൂലം ശ്രദ്ധക്കുറവോ അലസതയോ ഒക്കെ വരാൻ ഇടയുണ്ട്. എന്നാൽ 2026 നവംബർ മുതൽ ജനുവരി വരെയുള്ള സമയം ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര പരീക്ഷകൾക്കും വളരെ അനുകൂലമാണ്. വിദേശത്തൊക്കെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ 2-ാം പകുതിയിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കിയാൽ, ആരോഗ്യകാര്യത്തിൽ ഈ വർഷം ഒരു പ്രത്യേക കരുതൽ ആവശ്യമാണ്. അഷ്ടമ വ്യാഴത്തിൻ്റെയൊക്കെ സാന്നിധ്യമുള്ള കാലയളവിൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ നെഞ്ച്, അസ്ഥി, വാതസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉള്ളവർ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. 2026 ഡിസംബറിന് ശേഷം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അല്പം ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. ഇനി ഗ്രഹസ്ഥിതികളൊക്കെ അനുകൂലമല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി ദോഷശാന്തിയൊക്കെ ലഭിക്കുന്നതിനായി പൂരാട നക്ഷത്രക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുകയോ നീരാഞ്ജനം വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അർപ്പിക്കുന്നതും ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നതും കണ്ടകശനിയുടെ ദോഷങ്ങളെയൊക്കെ അകറ്റുന്നതാണ്. അതുപോലെ അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷശാന്തിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനോ ശ്രീരാമസ്വാമിക്കോ തുളസിമാല സഹസ്രനാമാർച്ചനയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ നാഗരാജാവിന് നൂറും പാലും വഴിപാടും ഒക്കെ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ധാരയൊക്കെ നടത്തുന്നതും ദോഷങ്ങളൊക്കെ അകറ്റി നന്മ വരാൻ സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ 1202 ആണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ചില തടസ്സങ്ങളും കഠിനാധ്വാനമൊക്കെ ആവശ്യമായി വരുമെങ്കിലും 2026 ഒടുവിലും 2027 ജൂണിന് ശേഷവും പൂരാട നക്ഷത്രക്കാർക്ക് വലിയ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ദൈവവിശ്വാസത്തോടെയും ക്ഷമയോടെയൊക്കെ മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.